ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടാറോട്ട് ഹീലിംഗ് ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് സി എന്ന ലെറ്ററിലുള്ള ആൾക്കാരുടെ ഈ ആഴ്ചത്തെ എന്താണ് യൂണിവേഴ്സ് അവർക്ക് നൽകണ മെസ്സേജ് എന്നാണ്. ആകാശം വിശാലമാണ് എന്ന് കരുതി അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ മാത്രമാണെന്ന് ധരിക്കുന്നത് തെറ്റാണ്. മലയാളികൾക്ക് പൊതുവെ ഒരു ധാരണ അല്ലെങ്കിൽ പൊതുവെ ഒരു സ്വഭാവം എന്തിനും ആദ്യം അവഗണിക്കും, അതിനുശേഷം മാത്രമാണ് എല്ലാത്തിനും അംഗീകരിക്കുള്ളൂ. അപ്പൊ നമുക്കറിയാത്തൊരു അറിവ് അല്ലെങ്കിൽ നമുക്ക് പുതുമയായിട്ട് എന്ത് വന്നാലും പുതുതായിട്ട് എന്ത് വന്നാലും മലയാളിക്ക് അതിനെ അംഗീകരിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു, ഇത് പൊതു റീഡിംഗ് ആണ്. അതായത് ഒരു 40% പേര് എപ്പോഴും സ്ട്രഗിൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ലൈഫിൽ. സാമ്പത്തികമാവാം, സാഹചര്യങ്ങളാവാം, റിലേഷൻ ആവാം, എന്ത് തന്നെയായാലും 40% ആൾക്കാർ എങ്ങും എത്താതെ അവർ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അത്തരം ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ടാറോട്ട് ഹീലിംഗ് ലൈഫ് എന്ന ചാനലിലൂടെ ഞാൻ അവർക്ക് നൽകുന്ന മെസ്സേജ്. ഗോഡ്സിന്റെ മെസ്സേജാണ്, യൂണിവേഴ്സിന്റെ മെസ്സേജാണ്. പ്രപഞ്ചം ഒരു ശക്തി കേന്ദ്രമാണ്. അത് നമുക്കറിയില്ല എന്ന് കരുതി അത്തരം ശക്തി ഇല്ല എന്ന് ധരിക്കുന്നത് മൂഢവെഡ്ഡി സ്വർഗത്തിലാണ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു ശക്തിയുണ്ട്. അതാരായിക്കോട്ടെ. അതിന് പല ജാതിയിൽ പല പേരുകളാണ്. മതം നൽകിയ പേരുകളല്ല ഞാൻ പറയണ. യൂണിവേഴ്സ്, പ്രപഞ്ച ശക്തി നിയന്ത്രിക്കുന്നതാണ് നമ്മളെ ഓരോരുത്തരും. അപ്പൊ സി എന്ന ലെറ്റർക്കാർക്ക് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകണ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചതാണ്. എന്നിരുന്നാലും കാർഡൊന്ന് ഷഫിൾ ചെയ്യണമെന്നും കൂടി. ഞാൻ എപ്പോഴും 2 ഘട്ടമായിട്ടാണ് കാർഡ് എടുക്കാറ്. ഇതിൽ നിന്ന് തന്നെ ഉള്ളിൽ നിന്നാണ് എടുക്കണത് കേട്ടോ. സി എന്ന എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എടുക്കുക. എല്ലാതും ഒരേ സൈഡിൽ നിന്ന് എടുക്കാറില്ല. 3 കാർഡാണ് എടുക്കണത്. ബാക്കി കാർഡ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി കാർഡ് റിലീവ് ചെയ്യാൻ പോവാണ്. നമുക്ക് കിട്ടിയ കാർഡുകൾ 3 കാർഡ് കിട്ടിയിൽ ഒന്ന് കിങ് ഓഫ് സോർട്സ്, ഒന്ന് 4 ഓഫ് സോർട്സ്, ഒന്ന് സ്ട്രെങ്ത്. ലെറ്ററിൽ കിട്ടിയെടുക്കുന്നത് രാജാവ്, അതായത് സോഴ്സ് പിടിച്ചിരിക്കുന്ന രാജാവിനെയാണ്. അതായത് വാഴ് എന്തിരിക്കണ ഒരു രാജാവ്. അങ്ങനെ കാണിക്കണത് അവരുടെ സ്വഭാവ മഹിമ, അല്ലെങ്കിൽ തന്നെ സ്വഭാവ മഹിമ എന്ന് പറയുമ്പോൾ കർക്കശ സ്വഭാവക്കാരനായിരിക്കാം. വ്യക്തമായ നിലപാട്, വ്യക്തമായ തീരുമാനം, അതുപോലെ തന്നെ ഒരുപാട് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ അതിനെ പറയാ, ആ ഒരു വ്യക്തി ഒരുപാട് എല്ലാവരെ പോലെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടക്കണേ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പൊതുജനങ്ങളായിട്ട് കൂടുതൽ ഒരു സമൂഹത്തിൽ ഒരു വിലയും നിലയും ഉയർന്ന വ്യക്തിത്വമുള്ള ആളായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നിന്ന് കുറച്ചും കൂടി ഒരു അകലം പാലിക്കുക. ഒരു കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഒരു മൂത്ത കാർന്നരെ പോലെ, കൂട്ടുകാരുടെ ഇടയിലാണെങ്കിൽ ഇത്തിരി ഗൗരവമുള്ള ആൾക്കാരെ പോലെ. അതായത് ഒരു രാജാവ് എന്ന് പറയുമ്പോൾ എല്ലാം നിയന്ത്രിക്കാനും എല്ലാത്തിനും ഒരു കടിഞ്ഞാണ് കയ്യിൽ പിടിച്ച് അവരെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. രാജാവ് എന്ന് പറയുമ്പോൾ അധികാരമുള്ള ഒരാൾ പറയുമ്പോൾ അവർ ജോലിയിലാണെങ്കിലും ഉയർന്ന സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ അല്പം ഗൗരവ പ്രകൃതമായിരിക്കാം. സാധാരണഗതിയിൽ കൂടുതൽ ആൾക്കാരനായിട്ട് ഒരു കളിച്ച് ചിരിച്ച് ഇടപഴകിയിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ഈ സി എന്നുള്ള ലെറ്ററിൽ കാണിക്കണ എന്നാണ്. അങ്ങനത്തെ ഒരാളായിരിക്കും അദ്ദേഹം എന്നാണ് യൂണിവേഴ്സ് പറയണത്. ഒരു പക്ഷെ ഒരു രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിൽ ഒരു മന്ത്രി പദം അലങ്കരിക്കുന്ന ആള്, ജോലിയിലൊക്കെ ആണെങ്കിൽ ഉയർന്ന ജോലിയിലിരിക്കുന്ന ഒരാള്, അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിൽ അവരൊരു മൂത്ത കാർന്നരെ പോലെ പെരുമാറുന്ന ഒരാള്. ഇത്തരം കാരണം ഭൗതികമായിട്ട് ഒരു അധികാരം കൈയാളുന്ന ഒരാള് എന്നും കൂടി അതിനർത്ഥമാക്കാം. നല്ലൊരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അവർക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ 4 ഓഫ് സോഴ്സ് ആണ്.
രണ്ടാമത് കിട്ടിയ കാർഡ് 4 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ, അവരെ പ്രസൻസ് അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഒരു വിശ്രമമാണെങ്കിൽ പോലും സോക്രട്ടീസിൻ്റെ വാള് പോലെ അവരുടെ തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ നെഞ്ചത്തോ വാള് തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ കാര്യമായിട്ട് എന്തോ ഒരു മാനസികമായിട്ട് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കാർഡ് കാണിക്കുന്നത്. അവർ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വിശ്രമിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാത്തിൽ നിന്ന് വൈൻഡപ്പ് ആയിന്നോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്തെന്നൊക്കെ പറയും. അവരുടെ മുൻപ് കാണുന്ന ആ രാജാവായിട്ട് കിങ്ങായിട്ട് ഇരുന്നിരുന്ന ഒരു വ്യക്തി എല്ലാത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് ഒരു വിശ്രമ ജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുകയോ ഏകാന്തമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ആരുമായിട്ടും അതിനെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരിൽ നിന്നും ഒതുങ്ങിക്കൂടിയ എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയി ഏകാന്തമായിട്ടിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും അവർക്കൊരു ചോദ്യചിഹ്നമായിട്ട് എന്തോ ഒരു കാരണം അവരുടെ മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സോക്രട്ടീസിന്റെ വാളെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും തലയിലേക്ക് വീഴാം എന്നുള്ള ഒരർത്ഥത്തിൽ കിടക്കണ ഒരു കാര്യം അവർക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ അവർക്ക് ഫ്യൂച്ചറിലേക്ക് കിട്ടിയ കാർഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ അരാജകത്വത്തിൽ നിന്നെല്ലാം മാറി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഈ സാഹചര്യത്തിൽ നിന്ന്, ഈ മാനസിക വ്യതയിൽ നിന്നോ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്നോ അവർ മാറും, സ്ട്രെങ്തായി വരും എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ ഒരു കാട്ടാള ഭീമാകാരമായ അല്ലെങ്കിൽ കാട്ടാള രൂപത്തിലുള്ള ഒരു സിംഹത്തിനെ അതിനെ നമ്മൾ കീഴ്പ്പെടുത്തുകയാണ്. ആ സിംഹത്തിനെ അപ്പം നമ്മുടെ ശക്തിനെയാണ്, സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയണത് നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോവും എന്നും, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ നിങ്ങൾ ഏത് വെല്ലുവിളിയും നേരിട്ടിട്ട്, ബാഹ്യമായ എന്ത് വെല്ലുവിളിയെയും ക്ഷമാപൂർവ്വം നേരിട്ടിട്ട് നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ടാരോ ഹീലിംഗ് ലൈഫിലേക്ക് നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്തേക്കണേ. സി എന്നുള്ള ലെറ്ററുള്ള ആൾക്കാരുടെയാണ് ഞാൻ ഇത്ര നേരം റീഡിങ് എടുത്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ വാച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമസ്കാരം. നമുക്ക് മറ്റൊരു, അതായത് ഡി എന്ന ലെറ്ററായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.